നമ്മൾ കസ്റ്റമർ പറഞ്ഞിരുന്നു അതിൻ്റെ ബോട്ടിലുള്ള വേരിയേഷൻ ഉള്ളത് ഏകദേശം 1.5 സെൻറ്റ് വേരിയേഷൻ ഉണ്ട്. അത് നമുക്ക് ചിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പ്ലാസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞിരുന്നത്. കസ്റ്റമർ അടിസ്ഥാനത്തിൽ ചിപ്പ് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്ത് അത് പെയിൻറ്റ് അടിച്ചെന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് പരിശോധിക്കുമ്പോൾ ടോപ്പ് ലെവലിൽ ചെയ്തേക്കണേ ഒരു 80 സെൻറ്റിമീറ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ചെയ്തേക്കണേ മിഡിലും വന്നിരിക്കുന്നത് 80 സെൻറ്റിമീറ്ററാണ്. ബോട്ടിൽ ലെവൽ പരിശോധിക്കുമ്പോൾ അതും 80 സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സിലിക്കോൺ ഇല്ലാതെ പുട്ടി വർക്കൊന്നും ഇല്ലാതെ നമുക്ക് വൃത്തിയായിട്ട് ഈ കട്ടില ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അത് ലോങ് ടൈം ലാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡോറും കട്ടിലും ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോ കാണാം. നമ്മുടെ പ്ലാസ്റ്റിക് എല്ലാം കഴിഞ്ഞേക്കാണ്. നമ്മുടെ ഉദ്ദേശിച്ച ക്യൂറിംഗ് എല്ലാം കഴിഞ്ഞു. പെയിൻറ്റ് അവർ ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിന് ശേഷം ഇതേക്കാണ് ഡോറും കട്ടിലും ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫിറ്റർ വന്നിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന് അവിടെ ശകലം പോലും ഇതിൽ വിടവില്ല. ഏകദേശം താഴത്ത് നിൻ്റെ ഒരു 1.5 സെൻറ്റിമീറ്ററോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്ലാസ്റ്റർ ചെയ്ത് ഫിറ്റ് ചെയ്യുന്ന പേരിൽ ശകലം പോലും ഗ്യാപ്പില്ലാതെ സിലിക്കോൺ ഇല്ലാതെ നമുക്ക് ഇത് പുട്ടി ഉപയോഗിക്കാതെ നമുക്ക് കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഡോറ് ശരിക്കും പറഞ്ഞാൽ 30 കിലോത്തോളം വരുന്ന WPC ഡോറാണ്. ഡോർ നമുക്ക് എത്ര പ്രാവശ്യം അടയ്ക്കുകയും തുറക്കുകയും ചെയ്താൽ പോലും നമ്മളത് ചെയ്യാൻ പറ്റില്ല, ഇതിനൊരു പ്രശ്നം വരത്തില്ല എന്നുള്ളതാണ്. അറിയാലോ, ഇത്രയും വെയിറ്റിൽ വന്ന് ഡോർ അടയ്ക്കാൻ നേരത്ത് ഇത്രയും വെയിറ്റിൽ വന്ന് അടയ്ക്കാൻ നേരത്ത് ചെയ്യാൻ പറ്റും ഇളകിപ്പോൾ സാധ്യത കൂടുതലായിരുന്നു. ആ പ്രശ്നത്തിന് സൊല്യൂഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റും ഡോർ ഫ്രെയിമിൽ ദീർഘനാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഈ വർക്കുമായി സഹകരിച്ച ഏകദേശം 4-5 ദിവസം എടുത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സഹകരിച്ച നമ്മുടെ ടെക്നീഷ്യൻ സഹോദരൻ ചെയ്യാൻ എല്ലാവിധ നന്ദിയും ചെയ്യുകയാണ്, കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ ഫോളോ ചെയ്യുക. എന്നീ സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റിവ്യൂ എഴുതിയിടുക. നമുക്ക് എന്ത് ചെയ്യാൻ മറുപടി തരുന്നതായിരിക്കും.